Hi all, welcome to iPlus. ഞാൻ അക്ഷര. Category 3 ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ ഈസ് ബൈ. വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ് ഓഫ് വിമൻ എന്നുള്ള വർക്ക് ആരാണ് എഴുതിയിട്ടുള്ളത്? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ എടുക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കുറച്ച് വർക്കുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വർക്ക് തന്നെയാണ്. ആരാണ് ഈ വർക്കിൻ്റെ ഓഥർ എന്ന് പറയുന്നത്? സൈമൺ ഡി ബീവർ, മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ്, എലീൻ ഷോവാൾട്ട്, ഡൊറോത്തി റിച്ചാർഡ്സൺ. ആരാണ്? വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ എന്ന് പറയുന്നത് മേരി വോൾസ്റ്റോൺക്രാഫ്റ്റിൻ്റെ വർക്കാണ്. വർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓഥറിനെ നമുക്കറിയാം. 1792 പബ്ലിഷ് ചെയ്തത്. ഫെമിനിസ്റ്റ് ഫിലോസഫിക്കൽ ട്രീറ്റീസ് ആണ് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫെമിനിസം ആ ഒരു കൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് വർക്ക്, ഫിലോസഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് വർക്ക് തന്നെയായിരുന്നു എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ എന്ന് പറയുന്നത്. Earliest work of feminist philosophy ആണെന്ന് നമുക്കറിയാം. Argues that women are not naturally inferior to men but only appear so because they lack education. അന്നത്തെ കാലഘട്ടമാണ്. അന്നത്തെ കാലഘട്ടത്തിൽ എന്താണ്? Men are superior and women are inferior എന്ന് പറയുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ആക്ച്വലി അങ്ങനെ ഒന്നുമല്ല. ബിക്കോസ് എന്താ? they lack education. അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട്, വിദ്യാഭ്യാസം ലഭിക്കാഞ്ഞത് കൊണ്ടാണ് അവർ ഇൻഫീരിയർ ആയിട്ട് കാണപ്പെട്ടത്. She called for equal education and rational thinking for women. എങ്ങനെയാണോ പുരുഷന് വിദ്യാഭ്യാസം ലഭിക്കുന്നത് അതുപോലെ സ്ത്രീക്ക് ലഭിക്കണം എന്നും അതോടൊപ്പം തന്നെ എന്താണ് ഈ പറഞ്ഞ വിമൻ റാഷണലി തിങ്ക് ചെയ്യാനും ഒക്കെ മുന്നോട്ട് വരണമെന്ന് പറഞ്ഞു. ദ ബുക്ക് അറ്റാക്സ് സോഷ്യൽ നോംസ് ദാറ്റ് ട്രീറ്റ് വുമൻ ആസ് ഓർണമെന്റൽ ആൻഡ് ഇമോഷണൽ റാദർ ദാൻ ഇന്റലിജന്റ് ആൻഡ് കാപ്പബിൾ. ബുക്കിൽ എന്താണ് സൊസൈറ്റി വിമനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു? ഓർണമെന്റൽ ആൻഡ് ഇമോഷണൽ, ഭംഗിയായിട്ട് എന്താണ് കെട്ടിയൊരുക്കി വെക്കുക, അതുപോലെ എന്താണ് ഇമോഷണൽ ആണ് എന്നുള്ള രീതിയിൽ വെക്കാതെ മെന്നെ പോലെ തന്നെ എന്താണ് ഇൻ്റലിജൻ്റ് ആണ്, കാപ്പബിൾ ആണ് എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ആ സോഷ്യൽ നോംസിനെ അറ്റാക്ക് ചെയ്യുകയാണ് ഈ വർക്കിലൂടെ മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ സൈമൺ ഡി ബീവർ പ്രധാനപ്പെട്ട വർക്ക് പറയുവാണ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ അതായിരിക്കും അടുത്ത തവണ പരീക്ഷയ്ക്ക് ചോദിക്കുക, പഠിച്ചു വെച്ചോണ്. സൈമൺ ഡി ബീവറിനെ ചോദിക്കുന്നെങ്കിൽ എന്താണ്? ദ സെക്കൻഡ് സെക്സ് എന്നുള്ള വർക്കാണ് മിക്കവാറും ചോദിക്കാറുള്ളത്. എലൈൻ ഷോവാൾട്ടർ മോഡേൺ ഫെമിനിസ്റ്റ് ക്രിട്ടിക്കാണ്. അവരുമായിട്ട് ബന്ധപ്പെട്ട മേഖല എന്താണ്? ഗൈനോ ക്രിറ്റിസിസം ആണ്. പഠിച്ചു വെച്ചോണ് എന്താണ് ഗൈനോ ക്രിറ്റിസിസം. ദെൻ ഡൊറോത്തി റിച്ചാർഡ്സൺ മോഡേണിസ്റ്റ് നോവലാണ്. പിൽഗ്രിമേജ് സീരീസ് ആണ് അവരുടെ ഒരു വർക്ക് എന്ന് പറയുന്നത്. പിന്നെന്താണ്? അല്ലാതെ ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ ഒന്നും ഡൊറോത്തി റിച്ചാർഡ്സൺ എഴുതിയിട്ടില്ല. അടുത്ത ചോദ്യം, ദ നോർമൻ കോൺക്വസ്റ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ലീഡർ നെയിംഡ്. നോർമൻ കോൺക്വസ്റ്റ് നമ്മൾ ആ ഒരു ഹിസ്റ്ററി പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം പഠിക്കുന്ന പേരാണ്. ഒരുപക്ഷെ നമ്മൾ ഡിഗ്രിക്കൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ബ്രിട്ടീഷ് ഹിസ്റ്ററി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം കേൾക്കുന്ന പേര് തന്നെയാണ് നോർമൻ കോൺക്വസ്റ്റ്. ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വില്യം ഓഫ് നോർമൻഡി അല്ലേ? നോർമൻ കോൺക്വസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് ഏത് വർഷം? 1066 വാസ് ലെഡ് ബൈ വില്യം, ഡ്യൂക്ക് ഓഫ് നോർമൻഡി. നോർമൻഡിയിലെ ഡ്യൂക്കായിരുന്ന വില്യമാണ്. ഹു ലേറ്റർ ബിക്കം ദ വില്യം ദ കോൺക്യൂറർ. ഒരു ഡ്യൂക്കായിരുന്ന അദ്ദേഹം ആരായി മാറി? വില്യം ദ കോൺക്യൂറർ ആയിട്ട് മാറി. എങ്ങനെയാണ്? കിങ് ഹെറോൾഡിനെ ബാറ്റിൽ ഓഫ് ഹാസ്റ്റിങ്സിൽ തോൽപ്പിച്ച ശേഷം, ബാറ്റിൽ ഓഫ് ഹാസ്റ്റിങ്സിൽ കിങ് ഹെറോൾഡ് രണ്ടാമനെ തോൽപ്പിച്ച ശേഷം എന്ത് ചെയ്തു? വില്യം ദ കോൺക്യൂററായി മാറി. അതാണ് നമുക്ക് ഈ പറഞ്ഞത് എന്താ നോർമൻ കോൺക്വസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, എ പോയിറ്റ് വെൽ നോൺ ഫോർ ദ റൈറ്റിംഗ് പോയിംസ് ഓൺ ഹിസ് ബർത്ത്ഡേ പോയിംസ് എഴുതിയത് ഈ കൂട്ടത്തിൽ രവീന്ദ്രനാഥ് ടാഗോർ, സരോജിനി നായിഡു, ഡിലൻ തോമസ്, ആർ.എസ്. തോമസ്. അപ്പം നമുക്കിവിടെ എന്താ ആൻസർ വരിക? ഡിലൻ തോമസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം നോക്കിയാൽ 1914 to 1953 ആണ്. വെൽഷ് പോയിറ്റ് ആണ്. നോൺ ഫോർ ഹിസ് ലിറിക്കൽ സ്റ്റൈൽ ആൻഡ് ഇമോഷണൽ ഇൻറ്റൻസിറ്റി. നല്ല ലിറിക്കൽ സ്റ്റൈലുണ്ട്, ഇമോഷണൽ ഇൻറ്റൻസിറ്റി ഉണ്ട്. മോസ്റ്റ് ഫേമസ് വർക്ക് എന്ന് പറയുന്നത് എന്താണ്? പോയം ഇൻ ഒക്ടോബർ ആണ്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഷീ റോട്ട് ഓൺ ദ ഒക്കേഷൻ ഓഫ് ഹിസ് 30th ബർത്ത്ഡേ, 30ാമത്തെ ബർത്ത്ഡേക്ക് എഴുതുന്നതാണ്. ഇൻ റൈറ്റിംഗ് ദ പോം ഓൺ ഹിസ് ബർത്ത്ഡേ ഡിലൻ തോമസ് സെലിബ്രേറ്റ് ബോത്ത് ലൈഫ് ആൻഡ് ദ പ്രോസസ് ഓഫ് ഗ്രോയിങ് ഓൾഡ്. ലൈഫ് ആൻഡ് പ്രോസസ് ഓഫ് ഗ്രോയിങ് ഓൾഡ്, പ്രായം ചെല്ലുന്നതിൻ്റെ ലൈഫ് എങ്ങനെയാണ്, ആ പ്രോസസ്സ് എങ്ങനെയാണ്. ബ്ലെൻഡിങ് ഗ്രാറ്റിറ്റ്യൂഡ്, റിഫ്ലക്ഷൻ ആൻഡ് ഡീപ് സെൻസ് ഓഫ് വണ്ടർ വിച്ച് ഈസ് വൈ ഹി ഈസ് നോൺ ആസ് ദ പോയിറ്റ് ഹു റോട്ട് പോയംസ് ഓൺ ഹിസ് ബർത്ത്ഡേ. അപ്പം നോക്കിക്കേ, ഗ്രാറ്റിറ്റ്യൂഡ്, റിഫ്ലക്ഷനും ഡീപ് സെൻസ് ഓഫ് വണ്ടറും ഒക്കെയാണ്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ആ ഒരു ചോദ്യത്തിന് ഡിലൻ തോമസിനുള്ള ഉത്തരം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക. My mistress, I saw nothing like the sun is the first line of him. ഇത് ഏത് തരം കവിതയിലെ ഫസ്റ്റ് ലൈൻ ആണെന്നാണ് ചോദ്യം. ഏത് കവിത എന്നല്ല, ആരാണ് എഴുതിയെന്നുമല്ല. അപ്പോൾ നോക്കിക്കേ, ചോദ്യം വരുന്ന രീതികൾ നോക്കി. സോണറ്റ്, പാസ്റ്ററൽ എലജി, ഡ്രമാറ്റിക് മോണോലോഗ്, ഓഡ്.
അപ്പം ഈ ഒരു വർക്ക് ഏതെന്ന് എവിടെയെങ്കിലും ഒന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മറക്കത്തില്ല. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കിലെ ആ ഒരു റൈറ്ററിൻ്റെ വർക്കിലെ വരികൾ തന്നെയാണ്. മൈ മിസ്ട്രസ് ഐസ് ആർ നത്തിങ് ലൈക്ക് ദി സൺ എന്ന് പറയുന്നത് ഒരു സോണറ്റാണ്. ഏത് സോണറ്റാണ്? നത്തിങ് ലൈക്ക് മൈ മിസ്ട്രസ് ഐസ് ആർ നത്തിങ് ലൈക്ക് ദി സൺ ഈസ് ദ ഓപ്പണിംഗ് ഓഫ് സോണറ്റ് 130 ബൈ വില്യം ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയറിൻ്റെ സോണറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സോണറ്റ് 2 ടൈപ്പ് ഉണ്ടെന്നറിയാം. അതിൽ ഷേക്സ്പിയറിയൻ സോണറ്റിൻ്റെ രീതി നമുക്കറിയാം, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. പ്രധാനമായിട്ടും ആരെയാണ് അഡ്രസ്സ് ചെയ്ത് എഴുതിയേക്കുന്നത്? WHൻ്റെ കാര്യം ഫെയർ യൂത്ത് നമ്മൾ പറഞ്ഞു, അതുപോലെ ഡാർക്ക് ലേഡി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ ഡാർക്ക് ലേഡിയാണ് ഇവിടെ വരുന്നത്. It's a part of Shakespeare's famous collection of 150 sonnets, and this particular one is known for its realistic and humorous portrayal of love. Realistic and humorous ആയിട്ട് ലവിനെ പോർട്രേ ചെയ്യുന്ന ഒരു സോണറ്റാണ് ആ സോണറ്റ് 130. അതിലെ വരികളാണ്. അപ്പം നമുക്കറിയാം സോണറ്റ് പ്രത്യേകിച്ച് പേര് കൊടുത്തിട്ടില്ല, ഫസ്റ്റ് വരിക തന്നെയാണ് നമ്മൾ പേരായിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഓപ്പണിംഗ് ലൈൻ ആയതുകൊണ്ട് ഈ സോണറ്റിൻ്റെ പേരും ഇത് തന്നെയാണ്, ഒന്നാമത്തെ വരിയും ഇത് തന്നെയാണ്. Instead of using exaggerated comparison to praise his beloved's beauty, as many poets of his time did, Shakespeare described her in honest human terms, showing that true love doesn't depend on false flattery or idolization. സാധാരണ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ പ്രണയിനിയൊക്കെ വർണ്ണിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ സമകാലികർ എന്ത് ചെയ്തു? എക്സാഗ്രേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് എന്താണ് ഓർണമെൻ്റലായിട്ട് എഴുതിയ സമയത്ത് എന്ത് ചെയ്തു? ജസ്റ്റ് സിമ്പിളായിട്ട് ഓണസ്റ്റ് ആയിട്ട് ഹ്യൂമൻ ടേംസിൽ തന്നെ എന്ത് ചെയ്തു? വർണ്ണിച്ചു പോയി. ട്രൂ ലവിൽ നമ്മളൊന്ന് എന്താണ് ഫാൾസ് ഫ്ലാറ്ററി അല്ലെങ്കിൽ ഐഡലൈസേഷൻ, നീ എന്താണ് നിറകുടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അവരെ അങ്ങ് പുകഴ്ത്തി അങ്ങനെ വെക്കേണ്ട കാര്യമില്ല, സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു കവിതയാണ്. ഓക്കെ, അപ്പോൾ കവിത ജസ്റ്റ് എന്താണ് 14 വരികളേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം അതുകൊണ്ട് അത് സോണറ്റ് ടൈപ്പിൽ വരുന്നതാണെന്ന് മനസ്സിലാക്കി വെക്കാം. വില്യം ഷേക്സ്പിയറിൻ്റെ സോണറ്റുകളിൽ നിന്നും സ്ഥിരം ചോദ്യങ്ങൾ വരാറുണ്ട്. ആരെ അഡ്രസ്സ് ചെയ്യുന്നു, എത്ര സോണറ്റ് ഉണ്ട്, ഏത് വർഷം പബ്ലിഷ് ചെയ്തു, പിന്നെ എന്താണ്, ആരൊക്കെയാണ് അതിൽ കഥാപാത്രങ്ങളായിട്ട് വന്നു പോകുന്ന, റൈവൽ പോയിന്റ് ആരാണ്. അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. The number of syllables in the word geography. സ്ഥിരം എന്ത് ചെയ്യാറുണ്ട്? വേർഡ്സ് തന്നിട്ട് അതിൽ നമ്പർ ഓഫ് സിലബിൾസ് ചോദിക്കാറുണ്ട്. സിലബിൾസ് ഡിവൈഡ് ചെയ്യാനൊക്കെ പഠിക്കണം. നമുക്കിവിടെ 4 കേട്ടോ, 4 ഡിവിഷനാണ് കാണാൻ കഴിയുക. ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ 4 ഡിവൈഡ് ചെയ്ത് ഫോണിറ്റിക് ട്രാൻസ്ക്രിപ്ഷനാണ്. ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ എന്ത് ചെയ്യുക? 4 സിലബിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. ഓരോ സിലബിൾ എന്ന് വെച്ചാൽ എന്താണ്? സെപ്പറേറ്റ് ബീറ്റ് അല്ലെങ്കിൽ സൗണ്ട് യൂണിറ്റ് ആണ്. അപ്പോൾ ജോഗ്രഫിയെ നമുക്ക് എന്താണ്? ജിയോഗ്രഫി. അപ്പോൾ ആ ഒരു 4 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവിടെ 4 സിലബിൾസ് ആണ്. സിലബിൾ ഡിവിഷൻ പഠിച്ചു വെച്ചോണേ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കണം. അപ്പോഴത്തേക്ക് ആ ഒരു രീതി പിടികിട്ടും കേട്ടോ, അവർ നാക്ക് പിടികിട്ടും. ചോദിക്കും മിക്കവാറും ഒരു 95% എന്താണ്? ഒരു ചോദ്യം ഇതുപോലെ സിലബിൾ എത്ര സിലബിൾസ് ഉണ്ടെന്നുള്ള തരത്തിൽ ചോദ്യം വരാറുണ്ട്. ദ ഓദർ ഓഫ് സനാതൻ. സനാതൻ എന്നുള്ള വർക്കിൻ്റെ ഓദർ ആരാണ്? ഗീതാഞ്ജലി, ശ്രീ പെരുമാൾ മുരുകൻ, എസ് ഹരീഷ്, ശരൺകുമാർ ലിംബാലെ. അപ്പോൾ ആരാണ്? ശരൺകുമാർ ലിംബാലെയാണ്. നമുക്ക് ഇന്ത്യൻ ലിറ്ററേച്ചറിൽ തന്നെ ഇന്ത്യൻ ദളിത് ലിറ്ററേച്ചറൊക്കെ ഇപ്പോൾ സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന മറ്റൊരു മേഖലയാണ്. പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. പിന്നെ കുറച്ച് റൈറ്റേഴ്സേ ഉള്ളൂ, മനസ്സിലാക്കി വെക്കാൻ എളുപ്പമാണ്. ദ ഓദർ ഓഫ് ദ നോവൽ സനാതൻ ഈസ് ശരത്കുമാർ ലിംബാലെ, prominent Marathi writer and poet who won the Saraswati Samman for his work. സനാതൻ എന്നുള്ള വർക്ക് സരസ്വതി സമ്മാൻ കിട്ടിയിട്ടുള്ളതാണ്. പ്രൊമിനന്റ് മറാത്തി റൈറ്ററാണ് ആര്? ശരൺകുമാർ ലിംബാലെ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഫുൾ മെനി എ ജാം ഓഫ് പ്യൂർ സെറീൻ ഈസ് എ ലൈൻ ഫ്രം. നമുക്ക് കേട്ടിട്ട് എക്സാമിനേഷന് ഒരു വർക്കായിട്ട് പ്രത്യേകം എടുത്ത് പ്രിസ്ക്രൈബ് ചെയ്യാൻ തരാമെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു വർക്ക് തന്നെയാണ്. അടുപ്പിച്ച് ഒരു 4-5 പരീക്ഷകൾക്ക് അതേ വർക്കിൽ നിന്ന് തന്നെ ചോദ്യം വന്നുകൊണ്ടിരുന്നു. ഇത് ഇപ്പോൾ വീണ്ടും വന്നു. ആ ഒരു വർക്കാണിത്. ആരുടെ വർക്കാണ്? തോമസ് ഗ്രേ, മാത്യു അർണോൾഡ്, റോബർട്ട് ഫ്രോസ്റ്റ്, എമിലി ഡിക്കിൻസൺ. അപ്പം നമുക്ക് എന്താണ് ഇതുപോലെയാണ് തവണ ചോദ്യങ്ങളുടെ ഒരു പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരികളൊക്കെ തന്നിട്ട് ആരുടെ വരികളാണ് ഡയറക്റ്റായിട്ട് ഈ വരി ഏത് കവിതയിൽ എന്ന് അല്ല ചോദിക്കുന്നത്, വരി തന്നിട്ട് ആരുടെ വരികളാണ് എന്നുള്ള പാറ്റേണിൽ ചോദ്യങ്ങൾ വരും. അതിൽ തന്നെ നമുക്ക് വളരെയധികം എന്താണ്, ഞാൻ പല ക്ലാസ്സുകളിലും സ്റ്റുഡൻസിനോട് പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഒരു വർക്ക് ഇത്തിരി ലെങ്തിയാണ്. എവിടെയെങ്കിലും നിങ്ങൾ പഠിച്ചു കാണും, ഡിഗ്രിക്കോ പി ജിക്കോ എവിടെയെങ്കിലും ഒന്ന് പഠിച്ചു കാണും. മിക്കവാറും യൂണിവേഴ്സിറ്റികളിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള വർക്ക് തന്നെയാണ്. ഇനി നമ്മൾ HSIയുടെ സിലബസ് നോക്കിയാൽ, HSSTയുടെ സിലബസ് നോക്കിയാൽ അവിടെയും കാണാൻ കഴിയും. അപ്പോൾ എല്ലായിടത്തും കാണുന്ന ആ ഒരു വർക്കിൻ്റെ ഓദർ ആരാണ്? തോമസ് ഗ്രേ ആണ്. ഏതാണ് ആ വർക്ക്?
ആ ഒരു വർക്ക് എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡാണ്. എന്താണെന്നറിയത്തില്ല, ചോദ്യകർത്താക്കൾക്ക് ഈ ഒരു വർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓരോ കൊല്ലത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് സത്യം പറയാം, ഞാൻ ആദ്യം നോക്കുക ഈ ഒരു വർക്കിൽ നിന്നുള്ള ചോദ്യം എന്താണ് ചോദിച്ചതെന്നാണ്. നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു എന്താണെന്നറിയത്തില്ല ഈ ഒരു വർക്ക് അവർ ചോദ്യം വരും. അപ്പോൾ ഒന്ന് നോക്കി വെച്ചോണേ. ഫുൾ മിനിയേച്ചർ ഓഫ് പ്യൂറസ്റ്റ് റേസറിൻ അപ്പിയേഴ്സ് ഇൻ തോമസ് ഗ്രേസ് പോം എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ്. ഏത് വർഷം? 1751. നമുക്കറിയാലോ, ഓർഡിനറി പീപ്പിളിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹംബിൾ പീപ്പിൾ ബറിഡ് ഇൻ എ റൂറൽ ചർച്ച് യാർഡ്. റൂറൽ ചർച്ച് യാർഡിൽ ബറി ചെയ്തിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ കാര്യമാണ്. ഹി മെഡിറ്റേറ്റ്സ് ഓൺ ദ ഐഡിയ ദാറ്റ് ഗ്രേറ്റ്നെസ് ആൻഡ് ടാലന്റ് ഓഫൺ ഗോ അൺനോട്ടീസ്ഡ്. അപ്പോൾ എന്താ പറയുന്നത്, ചിലപ്പോൾ ആളുകളുടെ ആ ഒരു ഗ്രേറ്റ്നെസ്സും ടാലൻറ്റും ഒക്കെ എന്താണ് ആരും അറിയാതെ പോകും. when people lack opportunities due to their social and economic status, സോഷ്യലി എക്കണോമിക്കലി ഒക്കെ അവർ ഒരുപക്ഷെ താഴെക്കിടയിലായിരിക്കും. അതുകൊണ്ട് അവരുടെ കഴിവുകളും പിന്നെ എന്താണ് അവരുടെ ഗ്രേറ്റ്നെസ്സും ഒക്കെ ആരും അറിയാതെ പോകും. ആരും അറിയാതെ അവർ കുറേ നാൾ ജീവിക്കും, പിന്നെ മരിച്ചു പോകും. അപ്പോൾ ആ ഒരു തീമൊക്കെയാണ് പറയുന്നത്. പിന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ, എന്താണ് ആരൊക്കെയാണെങ്കിലും എന്തൊക്കെ ചെയ്താലും അൾട്ടിമേറ്റ്ലി ഡെത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ഈക്വലാണ്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അടുത്ത വർക്ക് ട്രാൻസ്ലേറ്റർ ഓഫ് ദ ബൈബിൾ. ബൈബിൾ ട്രാൻസ്ലേറ്റർ ഈ കൂട്ടത്തിൽ ആരാണ്? കിങ് ജെയിംസ്, റോജർ അഷം, ജോർജ് ഗസ്ഗോജിൻ, വില്യം ടിൻഡേൽ. അപ്പോൾ നമുക്ക് ബൈബിൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാരെ നമുക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ആ ഒരു ഹിസ്റ്ററി പഠിച്ചു വന്ന സമയത്ത് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ആരാണ്? വില്യം ടിൻഡേലാണ്. വില്യം ടിൻഡേൽ 1494 to 1536 വാസ് എ ഇംഗ്ലീഷ് സ്കോളർ ആൻഡ് റിഫോമർ. സ്കോളറും റിഫോമറുമാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ട്രാൻസ്ലേറ്റിംഗ് ബൈബിൾ ഇൻറ്റു ഇംഗ്ലീഷ് ഫ്രം ദ ഒറിജിനൽ ഹെബ്രിയോ ആൻഡ് ഗ്രീക്ക് ടെക്സ്റ്റ്. ഒറിജിനൽ ഹെബ്രിയോ ഗ്രീക്ക് ടെക്സ്റ്റുകളിൽ നിന്ന് എന്ത് ചെയ്തു? ഇംഗ്ലീഷിലേക്ക് ബൈബിളിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയാണ് വില്യം ടിൻഡേൽ. ടിൻഡേൽസ് ട്രാൻസ്ലേഷൻ മേഡ് ദ ബൈബിൾ ആക്സസിബിൾ ടു കോമൺ ഇംഗ്ലീഷ് പീപ്പിൾ ഫോർ ദ ഫസ്റ്റ് ടൈം. കോമൺ ഇംഗ്ലീഷ് പീപ്പിളിനും. അപ്പോൾ അവർക്ക് എന്താണ് ഈ പറയുന്ന ഹെബ്രിയോ അല്ലെങ്കിൽ ഗ്രീക്ക് ടെക്സ്റ്റുകളൊന്നും വായിച്ചാൽ മനസ്സിലാവത്തില്ല. അവർക്ക് മനസ്സിലാക്കുന്ന ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ കോമൺ പീപ്പിളിനും ഓർഡിനറി പീപ്പിളിനും ഈ വർക്ക് ആക്സസിബിൾ ആക്കിയ വ്യക്തിയാണ്. ഹിസ് വർക്ക് ഹെവിലി ഇൻഫ്ലുവൻസ് ലേറ്റർ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇൻക്ലൂഡിംഗ് ദ കിങ് ജെയിംസ് വേർഷൻ. പിന്നെ എന്താ ചെയ്തത്? ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, പിന്നീട് വന്നിട്ടുള്ള ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ടല്ലോ, കിങ് ജെയിംസിൻ്റെ വെർഷനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ എന്താണ് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. The word agonistes in the title of the Milton's play means, മിൽട്ടൺ ഒരു പ്ലേയിൽ അഗോണിസ്റ്റിസ് എന്നുള്ള ടേം വരുന്നുണ്ട്. അതിടെ അഗോണിസ്റ്റിസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഈ പ്ലേ ഒരിക്കൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു. ഇൻ പെയിൻ, ഇൻ കോമ്പാറ്റ്, അണ്ടർ ട്രയൽ, അണ്ടർ അറസ്റ്റ്. അപ്പോൾ എന്താ ആൻസർ വരിക? ഇൻ കോമ്പാറ്റ് ആണ് ആൻസർ വരിക. ഏതാണ് വർക്ക്? അഗോണിസ്റ്റ് കം ഫ്രം ദ ഗ്രീക്ക് വേർഡ് അഗോണിസ്റ്റേഴ്സ് വിച്ച് മീൻസ് എ combatant, wrestler or champion engaged in a struggle. ഒരു സ്ട്രഗിൾ എൻഗേജ് ചെയ്തേക്കുന്ന ഒരു റെസ്ലർ അല്ലെങ്കിൽ ചാമ്പ്യൻ അല്ലെങ്കിൽ എന്താ കമ്പാറ്റന്റിനെയാണ് നമ്മൾ എന്താ പറയുക? അഗോണിസ്റ്റസ് എന്ന് പറയുക. ജോൺ മിൽട്ടൻ്റെ ഡ്രമാറ്റിക് പോയമായിട്ടുള്ള സാംസൺ അഗോണിസ്റ്റസിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ദ മീൻ സാംസൺ ദ ചാമ്പ്യൻ അല്ലെങ്കിൽ സാംസൺ ദ ഫൈറ്റർ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ്? ആ ഒരു പോരാളി ആണ്, ആ ഒരു സംഗതിയാണ് ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റ് അവർക്ക് പോയി ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടുന്ന ഒരു വർക്ക് ചോദ്യമായിരുന്നു. കോണ്ടെക്സ്റ്റ് നോക്കിയാൽ സാംസൺ ആണ്, ബിബ്ലിക്കൽ ഹീറോ ആണ്. ആഫ്റ്റർ ഹാസ് ബീൻ ബ്ലൈൻഡഡ് ആൻഡ് ഇംപ്രസൺഡ് ബൈ ദ ഫിലിസ്റ്റൈൻസ്. പിന്നീട് ബ്ലൈൻഡ് ആവുന്നുണ്ട്, ഫിലിസ്റ്റൈൻസ് അത് ഇംപ്രസൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ്? ഇന്നർ ആൻഡ് ഔട്ടർ സ്ട്രഗിൾസ് ആണ്, ഫിസിക്കലി സ്പിരിച്വലി ഉണ്ടാകുന്ന ഒരു വ്യക്തിയുടെ ആ ഒരു സ്ട്രഗിൾസ് ആണ്. അത് ഫൈ ടു റീഗെയിൻ ഫെയ്ത്ത് ആൻഡ് ഫുൾഫിൽ ഹിസ് ഡെസ്റ്റിനി, ഫെയ്ത്ത് തിരിച്ചു പിടിക്കാനും ഡെസ്റ്റിനി ഫുൾഫിൽ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ആ ശ്രമങ്ങളൊക്കെയാണ് ഈ ഒരു വർക്കിൽ വരിക. അഗോണിസ്റ്റസ് എന്ന് വെച്ചാൽ അപ്പം എന്താണ്? സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഗ്രേറ്റ് മോറൽ അല്ലെങ്കിൽ സ്പിരിച്വൽ കോമ്പാറ്റിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾ, ആ ഒരു രീതിയിലാണ് ഒരു വർക്ക് വരുന്നത്. അടുത്ത ചോദ്യം, ദ പോയിന്റ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ. ഈ കൂട്ടത്തിൽ ഫസ്റ്റ് വേൾഡ് വാറിലെ പോയിന്റ് ആരായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ ഓരോ ഏരിയയിലെയും റൈറ്റേഴ്സ് ഏത് ടൈപ്പ് വരുന്നു, ഏതാണ് പോപ്പുലറായി നിൽക്കുക, ദെൻ അവിടുത്തെ വരുന്ന റൈറ്റേഴ്സ് ആര്, അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കണം കേട്ടോ. അങ്ങനെ ചോദ്യം വരും. വിൻസെന്റ് ചർച്ചിൽ, ജൂലിയൻ ബാർണസ്, വിൽഫ്രഡ് ഓവൻ, സാമുവൽ ബെല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 90% ഇതിൻ്റെ ഉത്തരവ് അറിയാം. കാരണം വാർ പോയിറ്റ്സ് എന്ന് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ട്. ആരാ? വിൽഫ്രഡ് ഓവൻ. സിഗ്ഫ്രിഡ് സെസൂണും റോബർട്ട് ബ്രൂക്കും വിൽഫ്രഡ് ഓവനും ഒക്കെ നമ്മൾ എവിടെ പഠിച്ചു? വാർ പോയിറ്റ്സ് എന്ന് പറഞ്ഞ് തന്നെ പഠിച്ചു.
അപ്പോൾ ഇവരൊക്കെ വെറുതെ എന്താണ് വീട്ടിൽ ഇരുന്നുകൊണ്ട് യുദ്ധത്തെക്കുറിച്ച് എഴുതിക്കൊണ്ടിരുന്നവരാണോ? അല്ല. നമുക്ക് നോക്കാം. വിൽഫ്രഡ് ഓവൻ വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് പോയറ്റ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ. ഹിസ് പോയട്രി വിവിഡ്ലി പോർട്രേസ് ഹോറർ, സഫറിംഗ് ആൻഡ് ഫ്യൂട്ടിലിറ്റി ഓഫ് വാർ. അതോടൊപ്പം തന്നെ എന്താണ്, ഓവൻ സെർവ്ഡ് ആസ് എ സോൾജിയർ ഇൻ വേൾഡ് വാർ 1 and wrote poems based on his real experience in the trenches. അപ്പോൾ ഇവരൊക്കെ എന്താണ്, വെറുതെ വീട്ടിൽ ഇരുന്നുകൊണ്ട് യുദ്ധം വിജയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ വീട്ടിൽ കുത്തിയിരുന്ന ആ ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന കവിത എഴുതിയ ആളുകളല്ല. അവരെന്താ ചെയ്തത്? യുദ്ധമുഖത്ത് ചെന്ന് യുദ്ധമുഖത്തിൻ്റെ ആ ഒരു ഭീകരത കണ്ട് എത്ര മാത്രം എന്താണ് സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ട്രെഞ്ചസിലൊക്കെ ഒളിച്ചിരുന്നുകൊണ്ട് ആ ഒരു യുദ്ധത്തിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള ആ ഒരു വശം എന്താ അതിനെക്കുറിച്ച് കവിതകൾ എഴുതിയ ആൾക്കാരാണ്. His poems are known for their realism, compassion and protest against war's brutality. അപ്പോൾ റിയലിസം, കമ്പാഷനും അതോടൊപ്പം തന്നെയാണ് യുദ്ധം വേണ്ട എന്നുള്ള കാര്യം, യുദ്ധം ഇത്രയധികം ബ്രൂട്ടലാണ് എന്ന് അറിയിക്കാനൊക്കെയാണ് ആ ഒരു കവിത വരുന്നത്. ഫേമസ് വർക്ക്സ് ഇൻക്ലൂഡ് ഡൽക്കിയ ഡെക്കോറമിസ് ആൻഡ് ദ ഫോർ ഡൂംഡ് യൂത്ത്, സ്ട്രേഞ്ച് മീറ്റിംഗ് ഒക്കെ അദ്ദേഹത്തിൻ്റെ വർക്കുകളാണ്. അടുത്ത ചോദ്യം, സ്ട്രോങ് സൺ ഓഫ് ഗോഡ്, ഇമ്മോർട്ടൽ ലവ്, ദ ബിഗിൻസ് ഏത് വർക്കിൻ്റെയാണ്? ദ വിൻഡോവർ, ഇൻ മെമ്മോറിയം, തെർസിസ്, ലിസിഡസ്. സ്ട്രോങ് സൺ ഓഫ് ഗോഡ്, ഇമ്മോർട്ടൽ ലവ് എന്ന് തുടങ്ങുന്ന എന്താണ്? ഇൻ മെമ്മോറിയം ആണ് കേട്ടോ. The line strong son of God, immortal love is the opening line of Alfred Lord Tennyson's elegy in memoriam A.H.H. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഈ ഒരു വരികളാണെങ്കിലും ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ, അതേപോലെ എലജി, ഇൻ മെമ്മോറിയം, ആരെക്കുറിച്ച്, A.H.H, ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കി, ഇത്രയും കാര്യങ്ങളും പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. പോയം ഈസ് ആൻ എലജി റിട്ടൺ ഇൻ മെമ്മറി ഓഫ് ആദർ ഹെൻറി ഹാലം. ആൽഫ്രഡ് ലോർഡ് ടെന്നിസന്റെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള ആദർ ഹെൻറി ഹാലം, അതാണ് ഈ A.H.H എന്ന് പറയുന്നത്. ഇദ്ദേഹം മരണപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് എഴുതുന്ന ഒരു വിലാപ കാവ്യമായിരുന്നു എന്ത്? ഇൻ മെമ്മോറിയം. ഓക്കെ, ടെന്നിസൺസ് ക്ലോസ് ഫ്രണ്ട് ഹു ഡൈഡ് യങ്, വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം മരണപ്പെട്ടു. ദ ഓപ്പണിംഗ് സെക്ഷൻ ആൻഡ് അഡ്രസ് ഗോഡ് ആസ് എ സ്ട്രോങ് സൺ ഓഫ് ഗോഡ്, ഇമ്മോർട്ടൽ ലവ്. അവിടെ എന്താണ് ഈ വരികൾ കൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയ്ത്ത് മിക്സഡ് വിത്ത് ഡൗട്ട്. ദൈവത്തിൽ വിശ്വാസമുണ്ട്, എന്നാലും എന്താണ് അതോടൊപ്പം തന്നെ ഒരു ഡൗട്ടുമുണ്ട്. സ്ട്രഗിൾ ടു റീകൺസൈൽ ഹ്യൂമൻ ഗ്രീഫ് വിത്ത് ഡിവൈൻ പർപ്പസ്. അപ്പം നോക്കിക്കേ, ഈ സുഹൃത്ത് മരണപ്പെടുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ തീവ്രമായിട്ടുള്ള ദുഃഖം വരും, നമ്മൾ ദൈവമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു പോകുന്ന ഒരവസ്ഥയില്ലേ. അപ്പോൾ ആ ഒരു കാര്യമാണ് അവിടെ ആ ഒരു ഡിവൈൻ പർപ്പസിൻ്റെ കാര്യം. ഇങ്ങനെ ഡിവൈൻ ഗോഡ് ഇങ്ങനെ ഉള്ളപ്പോൾ ഇങ്ങനെ ഗ്രീഫ് ഉണ്ടാക്കുന്ന എന്തിന് ആ ഒരു രീതിയിലൊക്കെയാണ് ഈ ഒരു വർക്ക് വരുന്നത്. അപ്പോൾ ചോദിച്ചിട്ടുള്ളതാണ് ആരെക്കുറിച്ച് എഴുതിയ കവിതയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ആരെഴുതിയ കവിതയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, എന്ത് തരം കവിതയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം മനസ്സിലാക്കി വെക്കാം. ആ വർക്ക് എന്ന് പറയുന്നത് എലജിയാണ്. വർക്കിൻ്റെ പേര് ഇൻ മെമ്മോറിയം ആണ്. ആരെക്കുറിച്ചാണ്? ആദർ ഹെൻറി ഹാലമിനെ കുറിച്ചാണ്. ആരാണ് എഴുതിയത്? ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ ആണ്. ദ വേ ഓഫ് ദ വേൾഡ് ഇസ് വർക്ക് ബൈ. നമ്മൾ ഓരോ കാലഘട്ടത്തിലെയും പ്രധാനപ്പെട്ട റൈറ്റിംഗ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി വെക്കണമെന്ന് പറഞ്ഞു. അപ്പം അത്തരത്തിലൊരു ചോദ്യമാണ് വേ ഓഫ് ദ വേൾഡ് എന്നുള്ള ആർഡ് വർക്കാണ്. ഓഡൻ ബ്ലേക്ക്, കോൺഗ്രീവ്, ഡ്രൈഡൻ. വേ ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞ ഇലസ്ട്രേഷൻ കോമഡിയാണ്. ആരാണ് എഴുതിയേക്കുന്നത്? കോൺഗ്രീവ്, വില്യം കോൺഗ്രീവ് ആണ് എഴുതിയിട്ടുള്ളത്. The Way of the World is a comedy of manners written by William Congreve in 1700. 1700 എഴുതിയിട്ടുള്ളതാണ്. It shows the lives of rich people in London who care more about money, marriage, fashion and gossip than about true love or honesty. ആ ഒരു കാലഘട്ടത്തിൽ റെസ്ട്രിക്ഷനൊക്കെ നടന്നു. ആൾക്കാരെന്താണ് ഭയങ്കരമായിട്ട് അങ്ങനെ ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫിലോട്ടൊക്കെ പോയി അങ്ങനെ ജീവിതം അങ്ങ് അടിച്ച് പൊളിക്കാം. അപ്പോൾ എന്താണ് മോറലി ഒന്നും വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല, പൈസ ചിലവാക്കുക, അപ്പം പിന്നെന്താണ് കല്യാണങ്ങൾ നടത്തുക, ഫാഷൻ, പിന്നെ അതോടൊപ്പം എന്താണ് ഗോസിപ്പ് അടിച്ച് നടക്കാം. ആ ഒരു സ്റ്റൈൽ ഓഫ് ലിവിങ് ആയിരുന്നു അന്ന് കാണാൻ കഴിയുന്നത്. അല്ലാതെ ട്രൂ ലവ്, ഓണസ്റ്റി ഒന്നും എന്താണ് പ്രാധാന്യം കൊടുക്കാത്ത ഒരു കാലഘട്ടം. ആ കാലത്തെ ഒരു കഥ എന്നുള്ള രീതിയിലാണ് അവരുടെ ലൈഫാണ് എഴുതിയിട്ടുള്ളത്. ദ പ്ലേസ് അബൌട്ട് മിറാബൽ ആൻഡ് മിലിമാൻ ടു ക്ലെവർ ആൻഡ് വിറ്റി ലവേഴ്സ്. ക്ലെവർ ആൻഡ് വിറ്റി ലവേഴ്സ് ആയിട്ടുള്ള മിറാബലിൻ്റെയും മിലാമൻ്റെയും കഥയാണ് നമുക്ക് ഈ ഒരു വർക്കിൽ വരുന്നത്. They want to get married, but Milaman's aunt, Lady Wishford, disliked Mirabel and controls Milaman's fortune. അപ്പോൾ എന്താണ് അവർക്ക് എല്ലാം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എന്താണ് ലേഡി വിഷ്വോർഡ് എന്ന് പറയുന്നൊരു ക്യാരക്ടർ വരുന്നുണ്ട്. മിലാമാൻ്റെ ആണ്ടാണ്. അവർ മിറാബലിനെ ഇഷ്ടമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ വിവാഹം നടന്നു കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന കയ്യിലുള്ള പൈസയെല്ലാം നഷ്ടപ്പെട്ടു പോകും, അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ്. മിറാബൽ മേക്സ് എ ക്ലവർ പ്ലാൻ ടു വിൻ ലേഡീസ് വിഷ്വോർഡ് അപ്രൂവൽ ആൻഡ്
ബോത്ത് ലവ് ആൻഡ് മണി. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, നമ്മുടെ മെയിൻ ക്യാരക്ടർ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ പൈസയൊന്നും വെറുതെ നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിക്കുമ്പം എന്ത് ചെയ്യുന്നു, ഒരു ക്ലവർ പ്ലാനൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ വിവാഹത്തിന് സമ്മതിപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്താണ്, പണം അവർ നേടിയെടുക്കുന്നു. ആഫ്റ്റർ മെനി ഫണ്ണി ട്രിക്സ് ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ദ ട്രൂത്ത് കംസ് ഔട്ട്. എവരിവൺ പ്ലാൻസ് ആർ റിവീൽഡ് ആൻഡ് മിറാബൽ ആൻഡ് മിലാമൻ ഫൈനലി ഗെറ്റ് പെർമിഷൻ ടു മാരി. കുറേ ഫണ്ണി ട്രിക്സും പിന്നെ കുറേ എന്താണ് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളും ആ ഒരു ടൈമിലെ നാടകങ്ങളുടെ പ്രത്യേകതയാണ്. കുറേ ഇങ്ങനത്തെ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നു, ഗോസിപ്പ് വരുന്നു, യൂസ് ഡ്രോപ്പിംഗ്, ഇങ്ങനെ എന്താണ് ആരെങ്കിലും പറയുന്ന ഒളിഞ്ഞു കേൾക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കുറേ സംഗതികളാണ് കാണാൻ കഴിയുന്നത്. ആൻഡ് ഫൈനലി എല്ലാവരുടെയും പ്ലാൻ റിവീൽ ചെയ്യപ്പെടുന്നു. മിറാബൽ മിലാമാൻഡോ എന്ത് ചെയ്യുന്നു, ഫൈനലി ദേ ഗോ ഗെറ്റ് ദ പെർമിഷൻ ടു മാരി. അപ്പോൾ ഈ പേരുകൾ തന്നിട്ട് ഇവർ ഏത് വർക്കിലെ കഥാപാത്രമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദ വേ ഓഫ് ദ വേൾഡ്. അപ്പോൾ അത് പഠിച്ച് വെക്കുക. അടുത്ത മിത്തോളജീസ് 1957 ഈസ് ദ വർക്ക് ഓഫ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കണം, ഇതും ക്രിറ്റിസിസത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ക്രിറ്റിസിസത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റൈറ്റേഴ്സിൻ്റെ കുറച്ച് വർക്കുകളും പ്രധാനപ്പെട്ട ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് പഠിക്കണം. സിലബസിൽ എടുത്ത് പറഞ്ഞില്ലെങ്കിലും ചോദിക്കും. ജാക്കസ് ഡെറിഡ, റൊണാൾഡ് ബാർട്സ്, ക്ലോഡ് ലെവി-സ്ട്രോസ്, ഹോമി ഭാഭ. അപ്പോൾ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് വരുന്നവരാണെങ്കിൽ ഒരു പക്ഷേ ഈ വർക്കുകളൊന്നും അത്രയധികം നിങ്ങൾക്ക് പരിചിതമാവാൻ സാധ്യതയില്ല. അപ്പോൾ അത് കുറച്ച് എഫേർട്ട് ഇട്ട് പഠിക്കണം. പി ജിക്കൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പഠിച്ചേ പറ്റൂ. പി ജിയിൽ ഈ ക്രിറ്റിസിസം ഒക്കെ എന്താണ് തീർച്ചയായിട്ടും പ്രിസ്ക്രൈബ് ചെയ്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു കാണും. അപ്പോൾ ഇവിടെ എന്താണ് മിത്തോളജീസ് എന്നുള്ള വർക്കാരുടെയാണ്, റൊളാൻഡ് ബാർട്സിൻ്റെ വർക്കാണ് മിത്തോളജീസ് എന്ന് പറയുന്നത്. Mythology is a famous work by Roland Barthes, a French literary theorist, philosopher and a semiotician. French literary theorist ആണ്, പിന്നെ ആരാണ്, ഫിലോസഫർ ആണ്, സെമിയോട്ടീഷ്യൻ. സെമിയോട്ടിക്സ് എന്നുള്ള മേഖലയെക്കുറിച്ച് നമ്മൾ ലിംഗ്വിസ്റ്റിക്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. Mythology is a collection of short essays where Barthes studied how modern society creates myth through everyday objects, advertisement, movies, fashion, popular culture. ഈ ഒരു വർക്ക് എന്ന് വെച്ചാൽ കളക്ഷൻ ഓഫ് ഷോർട്ട് എസ്സേസ് ആണ്. എന്താ ചെയ്യുന്നത്, മോഡേൺ സൊസൈറ്റി എങ്ങനെയാണ് എവറിഡേ ഒബ്ജക്റ്റിൽ നിന്ന്, അഡ്വർടൈസ്മെൻറ്റിൽ നിന്ന്, മൂവി, ഫാഷൻ, പോപ്പുലർ കൾച്ചറിൽ നിന്നൊക്കെ മിത്തുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു വർക്കിൽ വരുന്നത്. He shows how these cultural items carry hidden meanings that support certain ideas or belief, especially those of the middle class or the consumer സൊസൈറ്റി. മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ കൺസ്യൂമർ സൊസൈറ്റിയിലുള്ള ആളുകൾ അവരെന്ത് ചെയ്യുന്നു, അവരിലേക്ക് എന്താണ് കൾച്ചറൽ ഐറ്റം കുറേ മീനിങ്ങുകളെ, ഹിഡൻ മീനിങ്ങുകളെ, ഈ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഐഡിയാസ് അല്ലെങ്കിൽ ബിലീവ്സ് ഒക്കെ എന്താണ് ഇവരിലേക്ക് എത്തുന്നുണ്ട്. അതെങ്ങനെ എത്തുന്നു, ഇപ്പോൾ കുറച്ച് കൾച്ചർ സ്റ്റഡീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേമാണ്. സെമിയോട്ടിക്സ്. നിങ്ങൾ സെമിയോട്ടിക്സ് കേട്ടു, എന്താണ് സയൻസ് ഓഫ് സ്റ്റഡി ഓഫ് സയൻസ് ആൻഡ് സിംബൽസ് ആണ് സെമിയോട്ടിക്സ് എന്ന് പറയുന്നത്. ആ മേഖലയിലുള്ള വ്യക്തിയെ നമ്മൾ എന്താ പറയുക, സെമിയോട്ടീഷ്യൻ എന്ന് പറയുന്നു. ടു എക്സ്പ്ലെയിൻ ഹൗ മീനിങ് ഈസ് മെയ്ഡ് ആൻഡ് മാനിപ്പുലേറ്റഡ്. ഒരു മീനിങ് എങ്ങനെ ഉണ്ടാക്കുന്നു, അതെങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തു, എസ്പെഷ്യലി മിഡിൽ ക്ലാസ് പീപ്പിളുടെ ഇടയിലും കൺസ്യൂമർ സൊസൈറ്റിയുടെ ഇടയിലും. അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ ഒരു വർക്കിൽ വരുന്നത്. അടുത്ത എബനീസർ സ്ക്രൂജ് ഈസ് എ ക്യാരക്ടർ ഇൻ. ഒരു ക്യാരക്ടറിനെ തന്നിട്ട് ഏത് വർക്കിൽ നിന്നാണ് ചോദ്യം. ഈ ക്രിസ്മസ് കരോൾ, ദ ലിറിക്കൽ ബാലാഡ്, ലോർഡ് ജിം, ലേഡി ഷാട്ടർലീസ് ലവർ. ഇതൊക്കെ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ള വർക്കുകളാണ് അല്ലെങ്കിൽ ഓതേഴ്സാണ്. നമുക്ക് എബനീസർ സ്ക്രൂജ് എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ കരോളിലെ ക്യാരക്ടറാണ്. മെയിൻ ക്യാരക്ടറിനെ ക്രിസ്മസ് കരോൾ 1843 വരുള്ള ഫേമസ് നോവലയാണ്. ആരുടേതാണ്, ചാൾസ് ഡിക്കൻസിൻ്റെ നോവലയാണ്. ക്യാരക്ടറെ നോക്കിക്കഴിഞ്ഞാൽ മിസാർലി കോൾഡ് ഹാർട്ടഡ് ഓൾഡ് മാൻ ഹു ഹേറ്റ്സ് ക്രിസ്മസ് ആൻഡ് എവറിത്തിങ് ജോയ്ഫുൾ. ഭയങ്കര എന്താണ് പിശുക്കൊക്കെയുള്ള, ഒന്നിനും എന്താണ് ഇഷ്ടമില്ലാതെ ക്രിസ്മസ് ഒക്കെ ഹേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ഹി കേസ് അബൌട്ട് മണി ആൻഡ് ഇഗ്നോർസ് പൂർ ആൻഡ് നീഡി. പൈസ 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 അത് മാത്രം ചിന്ത. പാവപ്പെട്ടവർ, പൈസ ആവശ്യമുള്ളവർ, അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. ഭയങ്കര എന്താണ് ഉള്ള പൈസ എന്താണ് ഇങ്ങനെ പിശുക്കി വെച്ച് പൈസ കൂട്ടി വെക്കുക, അതിൽ മാത്രം താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ക്രിസ്മസ് ഈവിൽ എന്ത് ചെയ്യുന്നു, ഹി വിസിറ്റഡ് ബൈ ദ ഗോസ്റ്റ് ഓഫ് ഹിസ് ഫോമർ പാർട്ട്ണർ ജേക്കബ് മാർലി ആൻഡ് ത്രീ സ്പിരിറ്റ്, ദ ഗോസ്റ്റ് ഓഫ് ക്രിസ്മസ് പാസ്റ്റ്, പ്രസന്റ് ആൻഡ് യെറ്റ് ടു കം. അപ്പം എന്താ സംഭവിക്കുന്നത്, ഫോർമർ പാർട്ട്ണർ, മുമ്പുണ്ടായിരുന്ന പാർട്ട്ണറിൻ്റെ ഗോസ്റ്റ് വരുന്നു, ജേക്കബ് മാർലിയുടെ ഗോസ്റ്റ്, 3 സ്പിരിറ്റുകളും വരുന്നു. ഗോസ്റ്റ് ഓഫ് ക്രിസ്മസ് പാസ്റ്റ്, ഗോസ്റ്റ് ഓഫ് ക്രിസ്മസ് പ്രസന്റ് ആൻഡ് ഗോസ്റ്റ് ഓഫ് യെറ്റ് ടു കം. ഇത്രയും ഗോസ്റ്റുകളും വരുന്നു. ദീസ് ഗോസ്റ്റ് ഷോ ഹിം ദ ഇഫക്റ്റ് ഓഫ് ഹിസ് ഗ്രീഡ് ആൻഡ് സെൽഫിഷ്നെസ് ലീഡിങ് ടു ഹിസ് ചേഞ്ച് ഓഫ് ഹാർട്ട്. അപ്പോൾ ഈ ഗോസ്റ്റുകളെല്ലാം കൂടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇയാളുടെ ഈ ഗ്രീഡ്, സെൽഫിഷ്നെസ്സിൻ്റെയൊക്കെ ഇഫക്റ്റ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അയാളുടെ മനസ്സ് മാറുന്നു. അപ്പോൾ ഏറ്റവും അവസാനം എന്താണ്, അയാൾ ഭയങ്കര കൈൻഡായിട്ട് ജനറസ് ആയിട്ട് ക്രിസ്മസ് സ്പിരിറ്റിലോട്ട് വരുന്നു. അതാണ് ആ ഒരു വർക്കിൻ്റെ തീം എന്ന് പറയുന്നത്.
അടുത്ത ചോദ്യം, വേർ ആർ ദ സോങ്സ് ഓഫ് സ്പ്രിംഗ് where are they asked? ആരുടെ വരികളാണ്? There are the songs of spring, where are they? Alexander Pope, Robert Sade, John Keats, Emily Dickinson. വരികൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലൂടെ കടന്നു പോകും റൊമാൻറ്റിക് പോയട്രിയിൽ നിന്നുള്ള വരികളാണ് എന്ന് ആ വരികളിൽ തന്നെയുണ്ട്. ആരാണ്? ജോൺ കീറ്റ്സ് ആണ്. Where are the songs of spring? Where are they? Come from John Keats' famous Ode to Autumn. ഓട്ടത്തിൽ നിന്നുള്ള വരികളാണ്. Written in 1819, To Autumn is one of Keats' most celebrated odes. ഓഡുകൾ ചോദിക്കാറുണ്ട്. ഈറ്റ്സിൻ്റെയും അതുപോലെ ഷെല്ലിയുടെയൊക്കെ ഓഡ്സ് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ബ്യൂട്ടിഫുള്ളി ഡിസ്ക്രൈബ് ദ സീസൺ ഓഫ് ഓട്ടം ആൻഡ് റിഫ്ലക്ട് ഓൺ ദ പാസേജ് ഓഫ് ടൈം ആൻഡ് ദ സൈക്കിൾ ഓഫ് ലൈഫ്. അപ്പോൾ ഈ വർക്കിൽ ഓഡിൽ നമുക്ക് എന്താ കാണാൻ കഴിയുക? സീസൺ ഓഫ് ഓട്ടം, റിഫ്ലക്ഷൻ ഓൺ ദ പാസേജ് ഓഫ് ടൈം ആൻഡ് ദ സൈക്കിൾ ഓഫ് ലൈഫ്. ഇതൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അടുത്ത ചോദ്യം, ഓക്കെ, ഇതിൽ Keats wonders where the songs of spring have gone. എവിടെ പോയി ഈ സോങ്സ് ഓഫ് സ്പ്രിംഗ് എന്ന് ചോദിക്കുകയാണ്. He feels a little sadness about the passing of spring but quickly realizes the autumn has on beauty and music. അപ്പോൾ നോക്കിക്കേ, സ്പ്രിംഗ് ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ്, പക്ഷെ ക്വിക്ലി എന്താ റിയലൈസ് ചെയ്യുന്നു? ഓട്ടം വരുന്നുണ്ട്. ബ്യൂട്ടി ആൻഡ് മ്യൂസിക്, ദ ബിസിംഗ് ഓഫ് പീസ്, ദ സോങ്സ് ഓഫ് ക്രിക്കറ്റ്സ് ആൻഡ് ദ ട്വിറ്റർ ഓഫ് സൈലൻസ് ഒക്കെ ആയിട്ട് എന്ത് വരുന്നു? ഓട്ടം വരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യമാണ് ആ ഒരു വർക്കിൽ വരിക. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്. മോഡേൺ ഫിക്ഷൻ ഈസ് ആൻ എസ്സേ ബൈ. മോഡേൺ ഫിക്ഷൻ ആരുടെ എസ്സേ ആണ്? T.S. Eliot, ജെയിംസ് ജോയ്സ്, വിർജീനിയ വുൾഫ്, F.R. Lewis. ആരുടെ എസ്സേ ആണ്? വിർജീനിയ വൂൾഫിൻ്റെ എസ്സേ ആണ് മോഡേൺ ഫിക്ഷൻ. ഫേമസ് എസ്സേ റിട്ടൺ ബൈ വിർജീനിയ വൂൾഫ്, പബ്ലിഷ്ഡ് ഇൻ 1919 പബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ 1925 റിവൈസ് ചെയ്യുന്നുണ്ട്. ഇൻ ദിസ് എസ്സേ വൂൾഫ് ഡിസ്കസ് ഹൗ മോഡേൺ റൈറ്റേഴ്സ് ഷുഡ് ബ്രേക്ക് അവേ ഫ്രം ദ ട്രഡീഷണൽ സ്റ്റോറി ടെല്ലിംഗ് മെത്തഡ് യൂസ്ഡ് ബൈ ഏർലിയർ റൈറ്റേഴ്സ് ലൈക്ക് H.G. Wells, ആർണോൾഡ് ബെനറ്റ് ആൻഡ് ജോൺ ഗാൽസ്വർത്തി. ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ള 3 റൈറ്റേഴ്സ്. ആരെക്കുറിച്ചാണ്? 3 റൈറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മെറ്റീരിയലിസ്റ്റുകൾ എന്ന് പറഞ്ഞേക്കുന്നത് ആരെയൊക്കെയാണ്? H.G. Wells, ആർണോൾഡ് ബെനറ്റ് ആൻഡ് ജോൺ ഗാൽസ്വർത്തി. ഇവരൊക്കെ എന്താണ്? ട്രഡീഷണൽ ആയിട്ട് സ്റ്റോറി ടെല്ലിംഗ് ട്രഡീഷനിലാണ് എഴുതിയേക്കുന്നത്. ഇതിൽ നിന്ന് പുറത്ത് വരണമെന്നാണ് ആരാവശ്യപ്പെടുന്നത്? വിർജീനിയ വൂൾഫ് ആവശ്യപ്പെടുന്നത്. വൂൾഫ് ആർഗ്യൂ ദാറ്റ് ഫിക്ഷൻ ഷുഡ് എക്സ്പ്ലോർ ദർ ഇന്നർ വർക്കിംഗ് ഓഫ് ദ ഹ്യൂമൻ മൈൻഡ്, തോട്ട്, ഫീലിംഗ്സ് ആൻഡ് ഇംപ്രഷൻ rather than just external events. അപ്പോൾ വെറുതെ എന്താണ് കുറേ എക്സ്റ്റേണൽ ഈവൻസിനെ നോക്കി അതിനെക്കുറിച്ച് എഴുതാനല്ല, പകരം വർക്കുകൾ എങ്ങനെയാകണം? നമ്മുടെ മനസ്സിലെ ഇന്നർ ഇമോഷൻസ്, തോട്ടിൽ നിന്ന്, ഫീലിങ്ങിൽ നിന്ന്, ഇംപ്രഷനിൽ നിന്നൊക്കെ വേണം വരാനായിട്ട്, അല്ലാതെ മെറ്റീരിയലിസ്റ്റിക് ആകാൻ പാടില്ല. ഷി ബിലീവ്സ് ദാറ്റ് ലൈഫ് ഈസ് നോട്ട് എ സീരീസ് ഓഫ് ലോജിക്കൽ ഈവൻസ് ബട്ട് എ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ആൻഡ് ലിറ്ററേച്ചർ ഷുഡ് റിഫ്ലക്ട് ദാറ്റ്. ഈ ഒരു ടേം നിങ്ങളൊന്ന് നോക്കിക്കോണേ. ലൈഫ് എന്ന് വെച്ചാൽ എന്താ? ലോജിക്കലി നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ കംപ്ലീറ്റ് എല്ലാം എന്താണ്? ഒരു ലോജിക്കൽ സീക്വൻസ് ആയിട്ട് ഇങ്ങനെ പോകുന്നതല്ല. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്. അവിടെ എന്താ പറയുന്നത്? നമ്മുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം എന്താണ് മിക്സ് ചെയ്യുന്നു. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്താണ്, ഇതിപ്പോൾ നമ്മളിരിക്കുന്ന പ്രസൻറ്റ് പോയിന്റ് ആണെന്ന് വെച്ചു. ഇവിടെ നമ്മൾ ചിലപ്പോൾ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കും, ചിലപ്പോൾ ഇപ്പോൾ ഉള്ളതിനെ കുറിച്ച് ചിന്തിക്കും, ചിലപ്പോൾ ഫ്യൂച്ചറിലേക്ക് ചിന്തിക്കും. ഈ ഒരു രീതിയിലാണ് നമ്മളുടെ മൈൻഡ് എന്ന് പറഞ്ഞത്. അല്ല, അതൊരു ലീനിയർ ലോജിക്കൽ ഈവൻ നറേറ്റീവ് അല്ല. അപ്പോൾ ആ കാര്യമാണ് വിർജീനിയ വൂൾഫ് പറയുന്നത്. ആ ലിറ്ററേച്ചറിൽ ലൈഫ് ഇങ്ങനെയാണെങ്കിൽ അത് ലിറ്ററേച്ചറിലും റിഫ്ലക്റ്റ് ചെയ്യണം. എന്താണോ ജീവിതം അതിൻ്റെ പ്രതിഫലനമാണ് സാഹിത്യത്തിൽ കാണാൻ കഴിയുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഷി പ്രൈസ് റൈറ്റേഴ്സ് ലൈക്ക് ജെയിംസ് ജോയ്സ് ആൻഡ് ആന്റൺ ചെക്കോവ് ഫോർ ക്യാപ്ചറിങ് എ കോംപ്ലക്സ് ഇന്നർ ലൈഫ് ഓഫ് ഹ്യൂമൻ ബീങ്സിൻ്റെ ഇന്നർ ലൈഫിൻ്റെ കോംപ്ലക്സ് ഇമോഷൻസിനെ കുറിച്ച് എഴുതിയിട്ടുള്ള റൈറ്റേഴ്സാണ് ജെയിംസ് ജോയ്സും അതോടൊപ്പം തന്നെയാണ് ആന്റൺ ചെക്കോവ്. അപ്പോൾ അവരെയൊക്കെ പ്രൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് വർക്കുകളിലെ മെറ്റീരിയലിസ്റ്റുകളെന്നും ആരുടെയൊക്കെ വർക്കുകളെയാണ് വിർജീനിയ വൂൾഫ് പ്രൈസ് ചെയ്യുന്നതെന്നും ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. നോക്കി വെക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിൽക്കട്ടെ. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്